തൃശൂരിലെ റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമം. ട്രാക്കിൽ ഇരുമ്പ് തൂണ് കയറ്റിവെച്ചു. ഇന്ന് പുലർച്ചെ 4:55 ചരക്കു ട്രെയിൻ കടന്നുപോകുമ്പോൾ ട്രെയിൻ ഇരുമ്പ് തൂണ് തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പം. ഗുഡ് മോർണിംഗ് ജെയ്സൺ. ഇത് ഒരു അട്ടിമറി ശ്രമമല്ലേ? സുജിയ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ 100 മീറ്റർ മാത്രം അകലെ നടന്ന ഒരു അട്ടിമറി ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. സംഭവം ഇതാണ്: ഏകദേശം 4:45 ടീ ഗാർഡൻ എക്സ്പ്രസ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം ആ ടീ ഗാർഡൻ എക്സ്പ്രസ് ഇവിടെ നിന്ന് കടന്നു പോകുന്നു. പിന്നീട് 5 മണിയോടുകൂടി ഒരു ഗുഡ്സ് ട്രെയിൻ കടക്കുന്നു. ആ ഗുഡ്സ് ട്രെയിൻ വരുമ്പോഴാണ് ആ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ നിർത്തി അവിടെ നിന്ന് 100 വാരം മാത്രം അകലെയായതുകൊണ്ട് തന്നെ വളരെ സാവധാനത്തിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് ഇപ്പോൾ നാം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ 2.5 മീറ്റർ വലിപ്പമുള്ള ഇരുമ്പ് ദണ്ട് ലോക്കോ പൈലറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ ട്രെയിൻ അധിക വേഗതയുണ്ടായിരുന്നില്ല. അത് പ്രധാനപ്പെട്ട കാരണം 100 മീറ്റർ മാത്രം അകലെയാണ് ആ ചരക്ക് ട്രെയിൻ നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്കോ പൈലറ്റ് ഈ ട്രെയിൻ ഈ ഇരുമ്പ് ദണ്ട് തട്ടി തെറിപ്പിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 15 മിനിറ്റിനുള്ളിലാണ് ഈ ഇരുമ്പ് ദണ്ട് ഇവിടെ വെച്ചതെന്നാണ്. ഇതിനു മുമ്പ് എത്തിയ ടീ ഗാർഡൻ എക്സ്പ്രസ്സിന് യാതൊരു അപകടവും സംഭവിച്ചില്ല. ടീ ഗാർഡൻ എക്സ്പ്രസ് കടന്നുപോയി 15 മിനിറ്റ് പിന്നിടുമ്പോഴാണ് അടുത്ത ചരക്ക് ട്രെയിൻ വരുന്നത്. ഈ ചരക്ക് ട്രെയിൻ വരുന്ന സമയത്താണ് മുന്നിൽ ഇതിന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ട്രാക്കിനെ വിലങ്ങനെ വെച്ചുകൊണ്ട് ക്രോസ് ചെയ്ത് വെച്ചുകൊണ്ട് ഒരു 2.5 മീറ്റർ ഇരുമ്പ് ദണ്ട് കാണുന്നത്. അത് തട്ടിത്തെറിപ്പിക്കുന്നു. 1-ൽ കൂടുതൽ ആളുകൾ ഈ ഉദ്യമത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. ഇതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രധാനമായും CCTV ഒന്നും ലഭ്യമാവാത്തൊരു സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെ CCTV ഉണ്ട്. അതിനുശേഷം 100 മീറ്റർ ഇപ്പുറത്തേക്ക് ഒരു CCTV. ഇപ്പോൾ ഇതിൻ്റെ ഉദ്യോഗസ്ഥന് ചേരുന്നു. സാർ, എന്താണ് ഫസ്റ്റ് ഇൻഫർമേഷൻ? First information about wooden piece near about railway track. But when we checked, found a rail piece near about railway track. Further inquiry is going on. We'll update. ലോക്കോ പൈലറ്റിനൊരു ചെറിയ മിസ്സിംഗ് ആയിരിക്കണമല്ലോ. ആദ്യം ഒരു മരത്തിന്റെ കഷ്ണമാണ് എന്നുള്ളത് തോന്നിയത്. ഇല്ല, ഇപ്പോൾ ലോക്കോ പൈലറ്റ് we contacted with loco pilot. No such type of mark are found on railway track. Touch ആയി no. അതായത് ആദ്യം ലോക്കോ പൈലറ്റിന് തോന്നിയത് ഒരു മരത്തിൻ്റെ വലിയൊരു കഷ്ണമാണ് എന്നതാണ് ആദ്യം പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. അതിനുശേഷമാണ് പിന്നീട് ഇപ്പോൾ ഇവിടെ നടത്തിയ പരിശോധനയിൽ സ്വാഭാവികമായും ഇരുമ്പ് ദണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ഇതൊരു അട്ടിമറി ശ്രമം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ പരിശോധനയും ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് തന്നെയാണ് ഇതുണ്ടായത്. ഏകദേശം 100 മീറ്റർ മാത്രം അപ്പുറത്ത് നടന്ന ഈ സംഭവത്തെ അതീവ ഗൗരവത്തോടു തന്നെയാണ് റെയിൽവേ പോലീസ് അതുപോലെ തന്നെ ജില്ലാ പോലീസും കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഇപ്പോൾ ഞാൻ ഈ തട്ടി കാണിക്കുന്നത് ട്രെയിൻ ഇടിച്ച ശേഷം വളഞ്ഞ ഭാഗമാണ്. അതായത് ഈ 2.5 മീറ്റർ നീളമുള്ള ഇരുമ്പ് ദണ്ടിൻ്റെ ഒരു ഭാഗത്ത് ട്രെയിൻ ഇടിച്ച് വളഞ്ഞ് തെറിച്ച് പോവുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ റെയിൽവേ ട്രാക്കിന് ചെറിയ തോതിലുള്ള ഡാമേജ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാം. ഈ ഇരുമ്പ് കമ്പി നേരത്തെ ലോക്കോ പൈലറ്റ് പറഞ്ഞ പ്രകാരമാണെങ്കിൽ മരത്തിൻ്റെ കഷ്ണമാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. ഇത് ഇരുമ്പ് തന്നെയാണെന്ന് തെളിയിക്കുന്നതിൻ്റെ സൂചനകളാണ്. ഈ റെയിൽവേ ട്രാക്കിൽ ചെറിയ പൊട്ടൽ ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ വലിയ അട്ടിമറി ശ്രമം നടന്നു എന്ന് തന്നെയാണ് പോലീസിൻ്റെ നിഗമനം. പക്ഷേ ഒരു പ്രാഥമികമായ നിഗമനം മാത്രമാണ്. ഇനി സമീപ പ്രദേശങ്ങളിലെ CCTVകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് കഴിഞ്ഞ ഈ ഏകദേശം 4:30നും 5-നും ഇടയിൽ കടന്നുപോയ ആളുകളെ സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന, അത് ഈ സമീപത്ത് CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല എന്നത് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. ചുറ്റും ചെറിയ മരക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് അല്പം ശ്രമകരമാണെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ്. 1-ൽ കൂടുതൽ ആളുകൾ ഈ അറ്റംപ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പായും പോലീസിന് കരുതാം. അങ്ങനെ 15 മിനിറ്റിനുള്ളിൽ ഒരു ട്രെയിൻ കടന്നുപോയി അടുത്ത ട്രെയിൻ എത്തുന്നതിനിടയിൽ 15 മിനിറ്റിനുള്ളിൽ ഇത്രയും ഭാരമേറിയ ഒരു ഇരുമ്പ് ദണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് കയറ്റി വയ്ക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിയില്ല എന്ന വിലയിരുത്തൽ പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. എന്നാൽ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഏകദേശം 100 മീറ്റർ മാത്രം അകലെയായതാണ് ഒരു ആശ്വാസം. കാരണം വലിയ വേഗത ട്രെയിൻ ഉണ്ടാകില്ല. സ്റ്റേഷനിൽ നിർത്തിയ ശേഷം മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ അമിത വേഗതയോ വേഗതയോ ഈ ട്രെയിൻ ഉണ്ടായിരുന്നില്ല എന്നത് വലിയ ആശ്വാസമാണ്. പക്ഷേ ഇതൊരു അട്ടിമറി ശ്രമം എന്ന നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഇതിനെ വിലയിരുത്തുന്നത്. സുജയ.